ദേശീയ അധ്യാപക പരിഷത്ത് 46-ാം സംസ്ഥാന സമ്മേളനം പത്തനംതിട്ടയിൽ സമാപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ അധ്യാപക ദ്രോഹ നയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയായി. 3 ദിവസങ്ങളിലായി നടന്ന സമ്മേളനത്തിൽ കെ.എസ്. സ്മിതയെ സംഘടനയുടെ അധ്യക്ഷയായി തെരഞ്ഞെടുത്തു. മൂന്ന് ദിവസങ്ങളിലെ സമന്വയ സഭ, സംഘടനാ സമ്മേളനം, യാത്രയപ്പ് സമ്മേളനം, വിദ്യാഭ്യാസ സമ്മേളനം, പ്രമേയ അവതരണം, ഭാരവാഹി തെരഞ്ഞെടുപ്പ്, പൊതുസമ്മേളനം തുടങ്ങിയ പരിപാടികൾ നടന്നു. സമ്മേളനം പൂർത്തിയായപ്പോൾ സംഘടനയുടെ പ്രസിഡന്റായി കെ.എസ്. സ്മിത തെരഞ്ഞെടുക്കപ്പെട്ടു. ജി. അനൂപ് കുമാറാണ് ജനറൽ സെക്രട്ടറി. ട്രഷററായി കെ. ഗിരീഷും ദക്ഷിണക്ഷേത്ര പ്രമുഖായി പി.എസ്. ഗോപകുമാറിനെയും തെരഞ്ഞെടുത്തു. സമാപന യോഗം പ്രജ്ഞാപ്രഭ ജെ. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. പരിപൂർണമായും രാഷ്ട്രത്തിന്റെ സംസ്കാരവും പാരമ്പര്യത്തിനും വിദ്യാദർശനത്തിനും പ്രാധാന്യം നൽകുന്ന സംഘടനയാണ് ദേശീയ അധ്യാപക പരിഷത്തെന്ന് അദ്ദേഹം പറഞ്ഞു. ശൂന്യതയാണ് അവിടെ ഉള്ളത്. ആ ശൂന്യതയുടെ സ്ഥാനത്താണ് 10ാം ക്ലാസ്സുകാരനോ 9ാം ക്ലാസ്സുകാരനോ അച്ഛനും 8ാം ക്ലാസ്സുകാരി അമ്മയും ഒക്കെ ആകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ശൂന്യതയിലേക്ക് കടന്നു വന്നത് നിഷേധാത്മകമായ ചിന്തകളാണ്, നശീകരണത്തിന്റെ വാഞ്ചകളാണ്. അതിന് ഇല്ലാതാകണം എന്നുണ്ടെങ്കിൽ ശരിയായ ഭാരതീയ ജ്ഞാന പരമ്പരയെ അവിടെ പ്രതിഷ്ഠിക്കാൻ നമുക്ക് കഴിയണം. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് ഇതൊരു വലിയ മുന്നേറ്റത്തിന്റെ വിഷയമാണ്. ആ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് അധ്യാപകരാണ്. അങ്ങനെ വരുമ്പോഴാണ് പരമേശ്വർജി തന്നെ ആ പ്രസംഗത്തിൽ കോട്ട് ചെയ്തു. യാത്രയപ്പ് സമ്മേളനം ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന സംഘടനാ പ്രവർത്തകർക്ക് യോഗത്തിൽ യാത്രയപ്പ് നൽകി. സമ്മേളന സമാപനത്തിന് മുന്നോടിയായി പ്രവർത്തകർ നഗരം ചുറ്റി പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മുതിർന്ന ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ ക്ഷേമബത്ത പിടിച്ചുവെക്കൽ, ലീവുകൾ സറണ്ടർ ചെയ്യിപ്പിക്കൽ, ശമ്പള പരിഷ്കരണ കുടിശ്ശിക മരവിപ്പിക്കൽ തുടങ്ങിയ സംസ്ഥാന സർക്കാരിന്റെ അധ്യാപക ദ്രോഹ നയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയായി. ജനം, പത്തനംതിട്ട.